നമുക്ക് 81-ാമത്തെ ശ്ലോകം നോക്കാം. 81-ാമത്തെ ശ്ലോകത്തിൽ സൗമ്യ സൗമ്യതരയ ശേഷ സൗമ്യേഭ്യസ്ത്വതിസുന്ദരി പരാപരാണാം പരമാ ത്വമേവ പരമേശ്വരി. സൗമ്യ ഭക്തന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കത്തക്കവണ്ണം അതിസൗമ്യമായ മുഖത്തോടുകൂടി നമുക്ക് പ്രത്യക്ഷയായിരിക്കുന്നവൾ. സൗമ്യതര എന്ന് പറഞ്ഞാൽ അതിശാന്ത. അശേഷ സൗമ്യേഭ്യ തു, അതായത് അഖില സുന്ദര പദാർത്ഥങ്ങളിൽ വെച്ച്, ലോകത്തുള്ള എല്ലാ സൗന്ദര്യമുള്ള വസ്തുക്കളിലും വെച്ച് അതിസുന്ദരിയാണ് അവിടുന്ന്. പരാപരാണ, പരാ എന്ന് പറഞ്ഞാൽ പരയായിരിക്കുന്ന, ഉത്കൃഷ്ടയായിരിക്കുന്ന ലക്ഷ്മി. പരാണാം, അപരയായിരിക്കുന്ന, അതായത് ഇവിടെ പര എന്നാൽ ബ്രഹ്മാദി ദേവതകളും, അത് അപര എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ദ്രാദികളെയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സൗമ്യ, സന്തോഷ നിമിത്തം അതിസൗമ്യമായ മുഖത്തോടു കൂടിയുള്ള. അതുപോലെ സകല ആഹ്ലാദകാരികളായ വസ്തുക്കളിൽ വെച്ചും ഈ എന്തു വന്നാലും അതിന് അമിതമായ ആഹ്ലാദ പ്രകടനമില്ലാത്ത സൗമ്യ സ്വഭാവത്തോടു കൂടിയ ദേവിയാകയാൽ, മോക്ഷരൂപിണിയാകയാൽ പ്രശാന്ത എന്നാണ്, ശാന്തയായിരിക്കുന്ന അവസ്ഥ എന്നാണ്. പരാണാം എന്നുദ്ദേശിച്ചിരിക്കുന്ന അനേകം ബ്രഹ്മാക്കളുടെ ആയുഷ്കാലങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്നവൾ. പരമേശ്വരി, അങ്ങനെ പറയുമ്പോൾ ഇന്ദ്രാദികളുടെയും ഈശ്വരിയാണ്, മഹാദേവൻ്റെ പത്നി പരമേശ്വരി. അപ്പോൾ ഇനി പരമ എന്ന് പറഞ്ഞാൽ പരയായി ഉത്കൃഷ്ടയായിരിക്കുന്ന മാ ലക്ഷ്മി ദേവി എന്നും, പരമേശ്വരി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ പത്നി എന്നും, അതായത് ഇവിടെ ലക്ഷ്മി പാർവതി, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഭക്തന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കത്തക്കവണ്ണം അതിസൗമ്യമായ മുഖത്തോടു കൂടിയവൾ, അതിശാന്തയും സകല സുന്ദര പദാർത്ഥങ്ങളിലും വെച്ച് അതിസുന്ദരിയായും ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയും കാൾ അത്യുത്കൃഷ്ടയും പരമേശ്വര പത്നിയും നിന്തിരുവടി തന്നെ എന്ന് ബ്രഹ്മാവ് സ്തുതിച്ചിരിക്കുകയാണ്. അടുത്ത ശ്ലോകം 82-ാമത്തെ. യച്ച കിഞ്ചിത് ക്വചിത് വസ്തു സദസദ്വാഖിലാത്മികേ തസ്യ സർവസ്യ ശക്തി സത്വം കിം സ്തൂയസേ തഥാ. അഖിലാത്മികേ, അല്ലയോ സർവാത്മികേ, ഈ ജഗത്തിൻ്റെ എല്ലാം ആത്മാവായവൾ, ക്വചിത് പ്രപഞ്ചത്തിലെവിടെയും സത് എന്നും നിലനിൽക്കുന്നതായും അസത് നശിച്ചു പോകുന്നതായും, യച്ച യാതൊരു കിഞ്ചിത് വസ്തു ചെറുതായ നിസ്സാരമായ വസ്തുവും ഉണ്ടാകുന്നുവോ, തസ്യ സർവസ്യ അതിൻ്റെ എല്ലാം യാ ശക്തി ഏതൊരു ശക്തി ഉണ്ടോ, സാ ത്വം ആ ശക്തി നിന്തിരുവടിയാകുന്നു. തഥാ കിം സ്തൂയസേ അപ്പോൾ എങ്ങനെ സ്തുതിക്കപ്പെടുന്നു. അല്ലയോ സർവാത്മികയായ ദേവി, എന്ന് നിലനിൽക്കുന്നതായും വേഗത്തിൽ നശിച്ചു പോകുന്നതായും ഈ പ്രപഞ്ചത്തിൽ യാതൊരു വസ്തു, അതായത് എത്ര സൂക്ഷ്മമായ വസ്തുവും ഉണ്ടാകുന്നുണ്ടോ അതിൻ്റെ എല്ലാം ശക്തി നിന്തിരുവടിയാകുന്നു. അപ്പോൾ എങ്ങനെ ഞാൻ നിന്തിരുവടിയെ സ്തുതിക്കാതിരിക്കുന്നു, അതായത് എങ്ങനെ സ്തുതിക്കുന്നു. സർവാത്മികയായ ദേവിയാണ് എല്ലാ സൂക്ഷ്മമായ പദാർത്ഥങ്ങളുടെ രൂപവും സൃഷ്ടിക്കുന്നത്, അതിനെ സംഹരിക്കുന്നതും സംരക്ഷിക്കുന്നതും അവിടുന്ന് തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ എല്ലാം പ്രഭാവവും സാമർഥ്യവും എല്ലാം നിന്തിരുവടിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ദേവിയെ എങ്ങനെ സ്തുതിക്കാതിരിക്കും. പദാർത്ഥവും പദവും അതുകളെ കൊണ്ട് ചെയ്യുന്ന സ്തുതിയും സ്തുതിക്കുന്നവനും സ്തുതിക്കപ്പെടുന്നവനും ഇവയുടെ എല്ലാ ശക്തിയും നിന്തിരുവടി തന്നെ എന്ന് ബ്രഹ്മാവ് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അടുത്തത് 83-ാമത്തെ ശ്ലോകം. യയാ ത്വയാ ജഗത് സൃഷ്ട ജഗത്പാദാത്തിയോ ജഗത് സോപി നിദ്രാവശം നീതകസ്ത്വാം സ്തോതുമഹേശ്വര. ജഗത് സൃഷ്ട, ജഗത്തിനെ സൃഷ്ടിക്കുന്നവനായി, ജഗത്പാദ ജഗത്തിനെ രക്ഷിക്കുന്നവനായി, ജഗത് അത്തി ജഗത്തിനെ സംഹരിക്കുന്നവനായിരിക്കുന്ന സഹാബി ആ മഹാവിഷ്ണുവും യയാത്വയാ യാതൊരു നിന്തിരുവടിയാൽ, അതായത് നിന്തിരുവടിയാൽ, നിദ്രാവശം നീതഹ നിദ്രാധീനത്വത്തെ പ്രാപിപ്പിക്കപ്പെട്ടു, അതായത് നിദ്രയ്ക്ക് വശംവദനായി, ത്വാം അങ്ങനെയിരിക്കുന്ന നിന്തിരുവടിയെ സ്തോതും സ്തുതിക്കുന്നതിന് ഇഹ കഹ് ഈശ്വര ഇവിടെ ആര് സമർത്ഥനായി ഭവിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. ജഗത് സൃഷ്ടാവായ ജഗത്പാദ ജഗത്തിനെ സൃഷ്ടിക്കുന്നവനായി, ജഗത്തിനെ സംരക്ഷിക്കുന്നവനായി, ജഗത്തിനെ സംഹരിക്കുന്നവനായിരിക്കുന്ന ആ മഹാവിഷ്ണു അവിടുത്തെ പ്രഭാവത്താൽ നിദ്രയ്ക്ക് അധീനനായി ഭവിച്ചിരിക്കുന്നു. അതായത്
നിദ്രാവശംവദനായി നിദ്രയ്ക്ക് അടിമപ്പെട്ട് ഇരിക്കുന്നു, അതായത് നിദ്രാധീനനായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന നിന്തിരുവടിയെ സ്തുതിക്കുന്നതിന് ഇവിടെ ആര് സമർത്ഥനായി ഭവിക്കുന്നു? എല്ലാ ശക്തികളെക്കാളും ഉപരിയാണ് ഈ ദേവീ ശക്തി എന്ന് സമർത്ഥിച്ചിരിക്കുകയാണ് ഇവിടെ. അതായത് ബ്രഹ്മകാരേണ ജഗത്തിനെ സൃഷ്ടിക്കുന്നവനായും വിഷ്ണു രൂപേണ രക്ഷിക്കുന്നവനായും അതായത് മഹാദേവ ഭാവത്തിൽ ഭക്ഷിക്കുന്നവനായും സംഹരിക്കുന്നവനായിരിക്കുന്ന ആ ഈശ്വരനായ വിഷ്ണുവും കൂടി അവിടുത്തെ യോഗനിദ്രയായ നിന്തിരുവടിയാൽ നിദ്രാധീനത്വത്തെ പ്രാപിക്കപ്പെട്ടു. അങ്ങനെയുള്ള നിന്തിരുവടിയെ സ്തുതിക്കുന്നതിന് ആരാണ് സമർത്ഥൻ എന്ന് ചോദിച്ചാൽ ആരും സമർത്ഥനല്ല. അങ്ങനെ സ്തുതിക്കാൻ സമർത്ഥരായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനിയും ബാക്കി ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പിന്നെ നിങ്ങളിത് വായിക്കുന്നവർ ഞാൻ നോക്കുന്നുണ്ട്, കമൻസ് ഇടുന്നില്ല ആരും. കമൻസ്, അതായത് എനിക്കറിയാം ഇതിൽ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് പറയാൻ മടിക്കണ്ട കേട്ടോ. എന്താണെങ്കിലും ഒന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ദയവായി കമൻസ് ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. കമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം. ചിലർക്ക് നല്ലപോലെ അറിയാവുന്നവർ കാണും, അറിയാൻ പാടില്ലാത്തവർ കാണും. അറിയാൻ പാടില്ലാത്തവർക്ക് സംശയങ്ങൾ കാണും. അറിയാവുന്നവർക്ക് അതിനെ ഒന്ന് വിമർശിച്ചെങ്കിലും പറയാം എന്താണെന്ന്. അപ്പോഴല്ലേ കാര്യം മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കേൾക്കാം.